നമ്മൾ പറഞ്ഞ ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീനിൽ സ്റ്റെപ്പുകളൊന്നുകൂടി പറയാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ട്രൂ ബ്രീഡിങ്. അത് ടോൾ ലൈക്ക് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഡ്വാർഫ് ലൈക്ക് പ്ലാന്റ്സിനെ ട്രൂ ബ്രീഡ് ചെയ്ത് പ്യുവർ ബ്രീഡിങ്ങിലൂടെ അത് തന്നെയാണ് നമ്മൾ ഉറപ്പുവരുത്തി. സോ ട്രൂ ബ്രീഡിംഗ് എന്നുള്ള ഒരു പെർട്ടിക്കുലർ ട്രേറ്റിന് വേണ്ടി മാത്രം നമ്മൾ ഫോർ നമ്പർ ഓഫ് ജനറേഷൻസ് അവരെ സെൽഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ട്രൂ ബ്രീഡിങ് എങ്ങനെ ചെയ്തത്? നമ്മൾ സെൽഫ് പോളിനേഷൻ വഴി അതേ ട്രേറ്റ് തന്നെയാണ് ഉറപ്പിക്കുക. സോ അവിടെ കിട്ടുന്ന ആ സീഡുകളൊക്കെ ടോൾ പ്ലാന്റ്സ് ആയിരിക്കും. സോ ഓൺലി ടോൾ പ്ലാന്റ്സ് മാത്രം കിട്ടുന്നത്. അങ്ങനെ നമ്പർ ഓഫ് ജനറേഷൻസ് ചെയ്യുന്നു. അതുപോലെ ഓൺലി ഡ്വാർഫ് പ്ലാന്റ്സ് മാത്രം ചെയ്യുന്നു. അത് സക്സസീവ് ജനറേഷനിൽ അത് തന്നെ നമ്മൾ കൺഫേം ചെയ്യുന്നു. അതായിരുന്നു ആദ്യത്തെ സ്റ്റെപ്പ്. സോ അതിനിടയിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന സെൽഫിങ്ങിൻ്റെ ഇടയിൽ എന്തെങ്കിലും നമുക്ക് ആവശ്യമല്ലാത്ത ഒരു ട്രേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ, അൺനെസസറി ആയിട്ടുള്ള ഒരു ട്രേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ആ ട്രേറ്റിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ട്രൂ അല്ലാത്ത ആ ട്രേറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിനെ എലിമിനേറ്റ് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും സക്സസീവ് ജനറേഷനിൽ നമ്മൾ സെൽഫിങ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ കുറച്ച് ജനറേഷൻ കഴിയുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഇത് ടോൾ എന്ന് പറഞ്ഞ ട്രേറ്റ് തന്നെയാണ്, പ്യുവർ ടോളാണ് കിട്ടുന്നത്. അതിനുശേഷം ഡ്വാർഫിനെ ചെയ്തിട്ട് പ്യുവർ ഡ്വാർഫ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ട്രൂ ബ്രീഡിങ് സെൽഫ് ചെയ്തെടുക്കുന്നു. സോ പ്യുവർ ടോളും പ്യുവർ ഡ്വാർഫിനും സെൽഫ് ചെയ്തെടുക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് ഈ കിട്ടിയ പ്യുവർ ടോളിനെയും പ്യുവർ ഡ്വാർഫിനെയും ക്രോസ് പോളിനേറ്റ് ചെയ്യുന്നു. സോ വിത്ത് ഓൾട്ടർനേറ്റ് ഫോംസ്. നമ്മൾ പറഞ്ഞു കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സാണ് മെൻ്റലി സ്റ്റഡി ചെയ്ത്. അപ്പോൾ അവർ ക്രോസ് പോളിനേറ്റ് ചെയ്തത് പ്യുവർ ടോളിനെയും പ്യുവർ ഡ്വാർഫിനും. ഇപ്പോൾ ഓൾട്ടർനേറ്റീവ് ഫോംസുകളെ വെച്ചിട്ട് അവർ ക്രോസ് പോളിനേറ്റ് ചെയ്തു മെൻ്റൽ. അപ്പോൾ ആദ്യത്തെ ജനറേഷനിൽ കിട്ടിയത് മുഴുവൻ ടോളായിരുന്നു. ആ ടോൾ എന്ന് പറയുന്നത് ആ പാരൻസിൻ്റെ പോലെ തന്നെ എല്ലാ ഇതും ടോളായിരുന്നു. എങ്ങനെയാണോ പാരൻസിന് അതുപോലത്തെ ടോളായിരുന്നു. ഒരു ജനറേഷൻ പോലും അല്ലെങ്കിൽ ഒരു ഓഫ്സ്പ്രിങ് പോലും F1 ജനറേഷനിൽ എന്ത് കിട്ടിയില്ല? ഡ്വാർഫ് കിട്ടിയില്ല. ഒരെണ്ണം പോലും ഡ്വാർഫ് കിട്ടിയില്ല. എല്ലാം ടോളായിരുന്നു, എല്ലാം ടോളായിരുന്നു. അത് സൂചിപ്പിക്കുന്നതിൽ ടോൾ ട്രേറ്റ് എന്ന് പറയുന്നത് ഡോമിനൻ്റ് ട്രേറ്റും ഡ്വാർഫ് ട്രേറ്റ് എന്ന് പറയുന്നത് റെസിസീവാണ്. അപ്പോൾ F1 ജനറേഷനിൽ നമുക്ക് കിട്ടിയത് എങ്ങനെയായിരുന്നു? ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിരുന്നു. അങ്ങനെയാണ് നമ്മൾ ടോൾ എന്നതിനെ റെപ്രസെൻറ്റ് ചെയ്തത്. അപ്പോൾ ഈ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞ ട്രേറ്റ് ഡോമിനൻ്റ് ട്രേറ്റും സ്മോൾ ടി എന്ന് പറഞ്ഞ ആ ഡ്വാർഫിൻ്റെ ട്രേറ്റ് റെസിസീവാണ്. സോ ഡോമിനൻ്റ് ട്രേറ്റും റെസിസീവ് ട്രേറ്റും ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഡോമിനൻ്റ് ട്രേറ്റ് റെസിസീവ് ട്രേറ്റിനെ സപ്രസ് ചെയ്ത് ഡോമിനൻ്റ് ട്രേറ്റ് മാത്രം എക്സ്പ്രസ് ചെയ്തു. റെസിസീവ് ട്രേറ്റ് എക്സ്പ്രസ് ചെയ്യാണ്ട് അത് സപ്രസ്ഡ് ആയിട്ടിരുന്നു. അങ്ങനെ ഡോമിനൻ്റ് ട്രേറ്റും റെസിസീവ് ട്രേറ്റും മനസ്സിലായി F1 പ്ലാന്റ്സിൽ. അപ്പോൾ ഈ റെസിസീവ് ട്രേറ്റിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് ഈ F1നെ തന്നെ ക്രോസ് ചെയ്തു. അങ്ങനെ നമുക്ക് F2 കിട്ടി. സോ F1നെ ഈ ടോളിനെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും അതേ ജനറേഷനിലവരായിട്ട് തന്നെ സെൽഫ് പോളിനേഷൻ ചെയ്തു. സോ ആദ്യം സെൽഫ് ചെയ്തു, ട്രൂ ബ്രീഡിങ് വഴി ആ ട്രൂ ടോളും ഡ്വാർഫും കിട്ടി. അവരിന് കിട്ടിയ പ്യുവർ ടോളും ഡ്വാർഫിനെയും ക്രോസ് പോളിനേറ്റ് ചെയ്തു. എന്നിട്ട് F1 കിട്ടിയത് മുഴുവൻ ടോളായിരുന്നു. അതിൽ ഡോമിനൻ്റ് ട്രേറ്റും റെസിസീവ് ട്രേറ്റും ഉണ്ടായിരുന്നു. അതിൽ ഡോമിനൻ്റ് ട്രേറ്റ് മാത്രം എക്സ്പ്രസ്ഡ് ആയിരുന്നു. അപ്പോൾ ഡ്വാർഫ് ട്രേറ്റിന് എന്ത് സംഭവിച്ചു എന്നറിയാനായിട്ട് F1ൽ കിട്ടിയ ഈ ഇതിനെ നമ്മൾ അതിനായിട്ട് തന്നെ സെൽഫ് ചെയ്തു. സോ അടുത്തത് സെൽഫ് പോളിനേഷൻ വഴി നമുക്ക് ഇത് കിട്ടിയപ്പോൾ നമുക്ക് F2 ജനറേഷൻ കിട്ടി. സോ ഈ F1 ജനറേഷനെ സെൽഫ് ചെയ്തപ്പോൾ കിട്ടിയതാണ് F2. F2ൽ നമുക്ക് കിട്ടിയത് നമ്മൾ പറഞ്ഞിരുന്നത് എന്തായിരുന്നു? ഒരു ഹോമോസൈഗസ് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ഒരേപോലത്തെ സിമിലർ കൈൻഡ് ഓഫ് ജീനുള്ള ഹോമോസൈഗസ് ടോള്, 2 ഹെട്രോസൈഗസ് ടോള്, 1 ഹോമോസൈഗസ് ഡ്വാർഫ്. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത് 3:1 3 ടോള് 1 ഡ്വാർഫ്. അതുപോലെ നമ്മൾ പറയണ ഈ ജനറേഷനിൽ 4 പേരിൽ 3/4 ഓഫ് ദ പ്രോജനി എന്ന് പറയുന്നത് F2ൻ്റെ 3/4ഉം 4ൽ 3 ഭാഗം എന്തായിരുന്നു? ടോളായിരുന്നു. അതുപോലെ 4ൽ 1 ഭാഗം ഡ്വാർഫായിരുന്നു. അതാണ് പറയുന്നത് 3/4 ഓഫ് ദ പ്രോജനി ടോളായിരുന്നു, 1/4 ഓഫ് ദ പ്രോജനി ഡ്വാർഫായിരുന്നു. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത് 3:1. ഇനി നമ്മളതിനെ റേഷ്യോ ആക്കി പറഞ്ഞിരുന്നു. ഫിനോട്ടിപ്പിക് റേഷ്യോ എന്നത് എക്സ്പ്രസ്ഡ് ആയിട്ട് കാണുന്ന ക്യാരക്ടർ 3 ടോള് 1 ഡ്വാർഫ്. ജീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ടുള്ളത് 1:2:1 1:1 1:2:1. ഈ ഫിനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ് എന്ന് പറഞ്ഞ ആ ടേം കൊണ്ടുവന്ന സയൻറ്റിസ്റ്റാണ് ജൊഹാൻസൺ. ജൊഹാൻസനാണ് ഫിനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ് എന്ന് പറഞ്ഞ ടേം പ്രപ്പോസ് ചെയ്തത്. ഇനി ഇപ്പം നമ്മളവിടെ ചെയ്തതിൽ ഈ ടോളും ഡ്വാർഫിനെയും ചെയ്തതിൽ ആദ്യം ചെയ്തതിൽ ഈ ടോൾ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് മെയിലും അതുപോലെ സ്മോൾ ടി എന്ന് പറയുന്നത് ഫീമെയിലായിരുന്നു ആദ്യം ചെയ്തത്. പിന്നീട് ഇവരുടെ ക്രോസ് ആ ജെൻഡർ തന്നെ മാറ്റിയിട്ട്, അതായത് റെസിപ്രോക്കൽ ക്രോസ് എന്നാണ് പറയാം. അപ്പോൾ ഈ ക്യാപിറ്റൽ ടി ആദ്യം ചെയ്തതിൽ മെയിലും ഇത് ഫീമെയിലായിരുന്നു, നേരെ തിരിച്ചു. പിന്നെ അവർ ചെയ്തത്
മെൻ്റൽ ചെയ്തത് ക്യാപിറ്റൽ ടി ഫീമെയിലായിട്ടും സ്മോൾ ടി മെയിലായിട്ടും ആ ജെൻഡർ തന്നെ നേരെ റെസിപ്രോക്കൽ ക്രോസ് ചെയ്തു. റെസിപ്രോക്കൽ ക്രോസ് ചെയ്തപ്പോഴും കിട്ടിയത് ഇങ്ങനെ തന്നെയാണ്. F1 പ്രോജനി എല്ലാം ടോളായിരുന്നു, F2 പ്രോജനി ഇതേപോലെ 3:1 റേഷ്യോന് കിട്ടിയത്. സോ ക്രോസ് റെസിപ്രോക്കൽ ആക്കി ചെയ്തിട്ട് പോലും കിട്ടിയത് സെയിം തന്നെയാണ്, 3:1 റേഷ്യോ ആണ് F2 കിട്ടിയത്. F1 എല്ലാം ടോൾ തന്നെയായിരുന്നു. ഇനി നമ്മുടെ ഗാമറ്റ് എങ്ങനെയാണ് ഫോം ചെയ്യണതെന്ന്, നമ്മൾ ഗാമറ്റ് ഫോം ചെയ്യുന്നത് ഒരു പെയർ ഓഫ് പാരൻറ്റ്, പാരൻറ്റിൽ 2 ജീനുകൾ ഉണ്ടാവുമല്ലോ. സോ ഈച്ച് പെയർ ഓഫ് പാരൻറ്റിൽ ഒരു ജീന് ഒരു ഗാമറ്റായിട്ട് മാറുന്നു, മറ്റേ ജീന് വേറൊരു ഗാമറ്റായിട്ട് മാറുന്നു. അതാണ് 1 ജീൻ ഫ്രം ഈച്ച് പെയർ ഓഫ് പാരൻറ്റിൻ്റെ ഒരു പെയറിൽ നിന്നും ഒരെണ്ണം ഒരു ഗാമറ്റിലേക്കും മറ്റേ ജീൻ വേറൊരു ഗാമറ്റിക്ക് പോകണം. നമ്മൾ സിമ്പിളായിട്ട് പഠിഞ്ഞ എക്സാമ്പിൾ, ഇത് ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ ഹോമോസൈഗസ് ടോളിൽ ഗാമറ്റായിട്ട് മാറുമ്പോൾ ഒരു ജീൻ ഒരു ഗാമറ്റായിട്ട് മാറുന്നു, വേറൊരു ജീൻ ഒരു ഗാമറ്റ്. നമ്മൾ പറഞ്ഞു ഈ ഓൾട്ടർനേറ്റീവ് ഫോംസ് നമ്മൾ അലീൽ എന്നാണ് പറയുക, ആ ജീൻ്റെ ഓൾട്ടർനേറ്റീവ് ഫോംസുകൾ അലീൽ എന്ന് പറയണം. അതേപോലെ ഇതില്ല ഡ്വാർഫ് ഹോമോസൈഗസും ഇതുപോലെ തന്നെ ഒരു ജീൻ അലീൽ എന്ത് ചെയ്യണം, ഒരു ഗാമറ്റായിട്ട് മാറും, അതും അടുത്തത് വേറൊരു ഗാമറ്റായിട്ട് മാറും. ഇനി ഹെട്രോസൈഗസ് കണ്ടീഷനിൽ വരുമ്പോൾ എങ്ങനെയാണ്, ഒരെണ്ണം ഒരു ഗാമറ്റായിട്ട് മാറും, അടുത്തത് വേറൊരു ഗാമറ്റായിട്ട്. സോ പെയറിലെ ഓരോന്നും എന്തായിട്ട് മാറണം, ഗാമറ്റായിട്ട് മാറണം. ഇങ്ങനെയാണ് അതിൻ്റെ ഗാമറ്റ് ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് F1 പ്രോജനിയിലെ ഒരു റേഷ്യോ, F2 എന്താണ് റേഷ്യോ, എന്താണ് ഫിനോടൈപ്പ്, എന്താണ് ജീനോടൈപ്പ്, റെസിപ്രോക്കൽ ക്രോസ് എന്താണ്, അതുപോലെ എങ്ങനെയാണ് ഗാമറ്റുകൾ ഫോം ചെയ്യണേ, എന്താണ് ഹോമോസൈഗസ്, എന്താണ് ഹെട്രോസൈഗസ്, ഇതൊക്കെ നമുക്ക് മനസ്സിലായി. നമ്മുടെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് മോണോഹൈബ്രിഡ് ക്രോസിൻ്റെ. മെൻ്റലിൻ്റെ മോണോഹൈബ്രിഡ് ക്രോസ് എങ്ങനെയാണ് ചെയ്യണതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ടോൾ പ്ലാന്റിനെ ഡ്വാർഫ് പ്ലാന്റും കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള 2 ട്രേറ്റുകൾ തമ്മിൽ ക്രോസ് ചെയ്യുന്നു. പാരൻ്റൽ ക്യാരക്ടേഴ്സ് ടോൾ, ഡ്വാർഫ്. ക്ലിയർലി നമുക്ക് മനസ്സിലാവും ഇത് ടോൾ പ്ലാന്റ് ആണ്, ഇത് ഡ്വാർഫ് പ്ലാന്റ് ആണ്. അത് കഴിഞ്ഞ് അത് ക്രോസ് ചെയ്തപ്പോൾ നമ്മുടെ F1 ജനറേഷനിൽ നമ്മൾ പറഞ്ഞു കിട്ടിയത് മുഴുവൻ ടോളാണെന്ന് പറഞ്ഞു. F1 ജനറേഷൻ എല്ലാം ടോളായിരുന്നു പാരൻറ്റിനെ പോലെ. സോ ആ ടോളിൽ ഡ്വാർഫിന് എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് F1 ജനറേഷനെ നമ്മൾ ആ F1 ജനറേഷനിൽ തമ്മിൽ തന്നെ സെൽഫ് ചെയ്തു. സോ ടോൾ പ്ലാന്റിനെ ടോൾ പ്ലാന്റുമായിട്ട് തന്നെ അതേ ജനറേഷനിൽ അവരുമായിട്ട് തന്നെ സെൽഫ് ചെയ്തു. സോ ഇത് ക്രോസ് ചെയ്തു എന്ന് വെച്ചാൽ ഇവിടെ F1 ജനറേഷനിൽ ഡ്വാർഫ് എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സെൽഫ് ചെയ്തു. അങ്ങനെ സെൽഫ് ചെയ്തപ്പോൾ നമ്മുടെ F2 ജനറേഷനിൽ നമുക്ക് കിട്ടി 3 ടോള് 1 ഡ്വാർഫ്. ഇതാണ് നമ്മൾ പറയുന്നത് 3:1, 3 ടോൾ ആൻഡ് 1 ഡ്വാർഫ്. ഇതാണ് അതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ മോണോഹൈബ്രിഡ് ക്രോസിൻ്റെ.